മക്കളെ, എല്ലാവർക്കും സൈലത്തിൻ്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ മലയാളം പരീക്ഷകളിൽ ഈ 40 മാർക്കിലേക്ക് നമ്മളെ എത്തിക്കാതെ അല്ലേ, 40 മാർക്കെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്താണ്, ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ കുറച്ചൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും കിട്ടുന്നൊരു മാർക്കാണ്. അങ്ങനെ കിട്ടാക്കനിയൊന്നുമല്ല. അപ്പോൾ പലപ്പോഴും അത് കിട്ടാത്ത എന്തുകൊണ്ടാണ്, നമുക്ക് 1, 2, 3, 4 മാർക്കൊക്കെയാണ് പലപ്പോഴും മലയാളത്തിന് കുറയുക അല്ലേ. നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് എന്താണ് മലയാളം അല്ലേ എഴുതുന്ന ആളുകളെ സംബന്ധിച്ചാണ് ടീച്ചർ പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ എഴുതാൻ എല്ലാവർക്കും സാധിക്കും. നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്താൽ മതി, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലെ കുറച്ച് ടിപ്സും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യണോ, നമുക്ക് മലയാളത്തിൽ ഫുൾ മാർക്കും കിട്ടുന്നതാണ്. അപ്പോൾ ഈ 40 മാർക്കിലേക്ക് നമ്മൾ എത്തിക്കാതെ തടയുന്ന ചില ചോദ്യങ്ങളുണ്ട്. 1 മാർക്കിൻ്റെ ആവാം, ചിലപ്പോൾ 3 മാർക്കിൻ്റെ ആവാം അല്ലേ. അത് പലപ്പോഴും എന്തായിരിക്കും, വ്യാകരണ ചോദ്യങ്ങളായിരിക്കും. അർത്ഥവ്യത്യാസം വരാതെ ഒറ്റവാക്യമാക്കുക, ചിലപ്പോൾ സന്ധി ഏതാണെന്ന് നിർണ്ണയിക്കുക, സമാനതയുള്ള അല്ലെ പദങ്ങൾ കണ്ടെത്തുക, അല്ലെ വാക്കിൻ്റെ അർത്ഥം, അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം ചോദിക്കുക, ഇങ്ങനെയുള്ള പദങ്ങൾ അല്ലെ ചോദ്യങ്ങളൊക്കെയാണ് നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, നമ്മുടെ ഈ 1, 2 മാർക്കൊക്കെ തെറ്റിച്ച് നമ്മളെ ഫുൾ മാർക്ക് അങ്ങ് കളയുന്നത് അല്ലേ. അപ്പോൾ അതെന്തൊക്കെയായിരിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും അത് എഴുതേണ്ടത്, അതിന് പ്രത്യേക നിയമങ്ങളുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ വാക്യമാക്കുക. രക്തത്തിന് നരയില്ലല്ലോ, വാർദ്ധക്യ ലക്ഷണങ്ങളില്ലല്ലോ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്, 2 വാക്യമാണ്. അതെങ്ങനെ ഒറ്റ വാക്യമാക്കുക. അപ്പോൾ 2 വാക്യമാക്കിയപ്പോൾ ഇവിടെ ഒരു വാക്യത്തെ മുറിച്ചു അല്ലെ, ഇവിടെ ഒരു മുറി കാണുന്നില്ലേ, ഒരു ഫുൾ സ്റ്റോപ്പാണ് അതിൻ്റെ മുറി എന്ന് പറയുന്നത്. ആ മുറിയെ അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. അതായത് പൂർണ്ണ അർത്ഥമുള്ള ഒരു വാക്ക് തരുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്, അവിടെ ഫുൾ സ്റ്റോപ്പ് വരുന്നത് അല്ലേ. ഇപ്പോൾ നിന്നു, തിന്നു, കുടിച്ചു എന്നൊക്കെ പറയുന്നത് പൂർണ്ണ അർത്ഥം തരുന്ന വാക്കുകൾ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിനെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് അല്ലേ. അവിടെ എന്താണ്, അതൊരു ഒരൊറ്റ വാക്യമായി മാറുകയാണ്. അപ്പോൾ 2 വാക്യം 3 വാക്യമൊക്കെ ആക്കുമ്പോഴും ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ വാക്യത്തെ അല്ലേ അങ്ങ് മുറിക്കണം അല്ലേ. എങ്ങനെയാ മുറിക്കുക നോക്കൂ നിങ്ങൾ, രക്തത്തിന് നരയില്ലല്ലോ, ഇല്ലല്ലോ അല്ലേ, ഇല്ലല്ലോ എന്നാണ് പറയുന്നത് അല്ലേ. വാർദ്ധക്യ ലക്ഷണങ്ങൾ ഇല്ലല്ലോ. അപ്പം നമുക്കതെങ്ങനെ എഴുതാം, രക്തത്തിന് നരയോ അല്ലേ. രക്തത്തിന് മുഴുവൻ എഴുതണോ ടീച്ചർ? എഴുതാം അല്ലേ. രക്തത്തിന് എന്താണ്, നരയോ. ഇപ്പോൾ പൂർണ്ണവാക്യമായില്ല അല്ലേ, അത് നരയോ വാർദ്ധക്യ ലക്ഷണങ്ങളോ അല്ലേ. എന്താണ്, വാർദ്ധക്യ ലക്ഷണങ്ങളോ അല്ലേ, ലക്ഷണങ്ങളോ ഇല്ലല്ലോ. സിമ്പിൾ അല്ലേ. യെസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അർത്ഥവ്യത്യാസം വരാതെയുള്ള വാക്കുകളെ നമ്മൾ ചിലപ്പോൾ അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ വാക്യമാക്കാനും 2 വാക്യമാക്കാനും 3 ആക്കാനും ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളോട് ചോദിക്കും. ഓക്കെ, ഇനി നോക്കൂ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായി വിഗ്രഹിച്ചെഴുതിയ രൂപം ഏത്. ഇതേപോലെയുള്ള വിഗ്രഹ ചോദ്യങ്ങളിലെ വിഗ്രഹിച്ചെഴുതേണ്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് നമ്മൾ കാണാറില്ലേ. യെസ്. അപ്പോൾ കർഷക തൊഴിലാളി, എന്താണ് കർഷക തൊഴിലാളി, കർഷകനും തൊഴിലാളിയുമാണ്. ജീവിത സാഫല്യം ജീവിതത്തിൻ്റെ സാഫല്യമാണ്. സ്വാതന്ത്ര്യദിനം സ്വാതന്ത്ര്യത്താലുള്ള ദിനമാണ്. ദേഹപ്രകൃതി ദേഹമുള്ള പ്രകൃതിയാണ്. ആണോ? ഇവിടെ ഏതാണ് ശരിയായി വിഗ്രഹിച്ചെഴുതിയ രൂപം ഏതാണ്? ഇതിലേതോ ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്. അത് ഏതാണെന്ന് പറയാമോ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നോക്കൂ, ഇവിടെ ഏതാണ് ശരിയായ വിഗ്രഹ രൂപം നോക്കൂ, കർഷകനും തൊഴിലാളിയുമല്ല അല്ലേ, കർഷക തൊഴിലാളി എന്ന് പറയുന്നത്. ഇവിടെ ഉത്തരം ഏതാണ്, ജീവിതത്തിൻ്റെ സാഫല്യമാണ് കേട്ടോ. ജീവിത സാഫല്യം എന്ന് പറയുന്നത് ഏതാണ്, ജീവിതത്തിൻ്റെ സാഫല്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ നിങ്ങൾ. ചോദ്യമല്ല, കുറച്ച് ഉദാഹരണങ്ങളാണ്. ഈർക്കിലി വരകൾ അല്ലേ, ഈർക്കിലി കൊണ്ടുള്ള വരകളാണ്. കറിച്ചട്ടി കറി വെക്കുന്നതിനുള്ള ചട്ടിയാണ്. ചിരട്ടത്തവി ചിരട്ട കൊണ്ടുള്ള തവിയാണ്. കൂലിനെല്ല് കൂലിയായി ലഭിച്ച നെല്ലാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തുനിന്നും എന്ത് ചെയ്യാറുണ്ട്, വിഗ്രഹ രൂപങ്ങളെ ചോദിക്കാറുണ്ട്. ഇനി എനിക്ക് ഇന്നത് നേടാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യം അല്ലെ ജോലി ചെയ്യുന്നത് കൊണ്ട് നമുക്കുണ്ടാവുന്നു. ഇവിടെ അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥമാണ് ചോദിച്ചത്. എന്താണ് ചാരിതാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിരസതയും സമ്പാദ്യവും പദവിയുമല്ല, അതെന്താണ്, സംതൃപ്തിയാണ്. ഓക്കെ, അടുത്ത എന്താണ്, സന്ധിയാണ്. നമുക്ക് പലപ്പോഴും എന്താണ്, സമാന രൂപത്തിലുള്ള പദങ്ങളെ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, സമാനതയുള്ള കൂട്ടത്തെ കണ്ടുപിടിക്കാനായിട്ട് ഒന്നുകിൽ ദ്വിത്വസന്ധി കൊടുക്കും, അല്ലെങ്കിൽ ലോപസന്ധി കൊടുക്കും, അല്ലെങ്കിൽ ആദേശസന്ധി കൊടുക്കും, അല്ലെങ്കിൽ എന്താണ്, ആഗമസന്ധി കൊടുക്കും അല്ലേ. അപ്പോൾ ഇത് സന്ധി എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മളത് എഴുതി നോക്കണം ഏതാന്നുള്ളത്. അപ്പോൾ അതെന്താണെന്ന് ആദ്യം നമ്മൾ അറിയണം.
പഠിക്കണം. അപ്പോൾ മലയാളത്തിൽ പ്രധാനമായിട്ടും നമുക്ക് 4 സന്ധികളാണുള്ളത്. അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിലുള്ള കുറച്ച് സന്ധികളെ നമ്മൾ പരിചയപ്പെടുകയാണ്. ലോപസന്ധി അല്ലേ. അപ്പോൾ സന്ധികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വർണ്ണങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ സന്ധി എന്ന് പറയുന്നത്. മലയാളത്തിൽ പ്രധാനമായും ലോപസന്ധി, ആഗമസന്ധി, ആദേശസന്ധി, ദ്വിത്വസന്ധി ഇങ്ങനെ 4 സന്ധികളാണുള്ളത്. അതിൽ ലോപസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിച്ചു പോകുന്നതിനാണ് നമ്മൾ ലോപസന്ധി എന്ന് പറയുന്നത്. നോക്കൂ, ഇരുന്നുണങ്ങി, ഇരുന്ന് അധികം ഉണങ്ങിയാണ് ഇരുന്നുണങ്ങി എന്നാവുന്നത്. നോക്കൂ, അവിടെ എന്താണ് ലോപിച്ചു പോയത്? ഇരുന്ന്. എന്താണ്? സംവൃതോകാരം അല്ലെ. അതിനെന്താ പറയാ? ചന്ദ്രക്കല അല്ലെ. അതാണ് സംവൃതോകാരം. അപ്പൊ ഇരുന്ന് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ലോപിച്ചു പോകുന്നത്. മുറ്റത്തിനതിര്, മുറ്റത്തിന് അധികം അതിരാണ്. മുറ്റത്തിന് എന്നുള്ള എന്താണ്? ഇവിടെ അല്ലെ സമ്പ്രദായകരമാണ് എന്ത് ചെയ്യുന്നത്? വീണ്ടും ലോപിച്ചു പോകുന്നത്. ലോപിക്കുക മീൻസ് ഇല്ലാതാവുക എന്നുള്ള അർത്ഥമാണ്. മെഴുക്കല്ല, മെഴുക്ക് അധികം എല്ലാം എന്നുള്ളതാണ് വീണ്ടും സമ്പ്രദായകാരം. ഇവിടെ മുഴുവനും അധികം എന്താണ്? സമ്പ്രദായകാരമാണ് എന്ത് ചെയ്യുന്നത്? ലോപിക്കുന്നത്. കാണുന്നുണ്ട് ഇങ്ങനെ അല്ലെ. കാണുന്നുണ്ട് അധികം ഇങ്ങനെ. കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗത്തുള്ള വാക്യങ്ങൾ ഇത് ലോപസന്ധിയാണ് കേട്ടോ. അടുത്ത ആഗമസന്ധിയാണ്. വീടിനെ അല്ല, വീടിനെ അധികം അല്ല, വീടിനെ അധികം അല്ല. അപ്പൊ ഇവിടെ എന്താണ് വന്നിട്ടുള്ളത്? ആഗമസന്ധി എന്ന് പറയുമ്പോൾ 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുതുതായി ഒരു വർണ്ണം വരുന്നതാണ് അല്ലെ. അപ്പൊ ഇവിടെ ആരാണ് പുതുതായി ഒരു വർണ്ണം വന്നത്? വീടിനെ അധികം അല്ല. അപ്പൊ ഇവിടെ കൂട്ടി എഴുതിയപ്പോൾ പുതിയ ഒരാൾ വന്നു. ആരാണ്? വീടിനെയല്ല, യാ അല്ലേ അല്ലെ. യകാരമാണ് ഇവിടെ പുതുതായി വന്ന വർണ്ണം എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളെ അല്ല, കുഞ്ഞുങ്ങളെ അധികം അല്ല അല്ലെ. ഏത് പാഠാടിച്ചെടുത്ത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ കുഞ്ഞുങ്ങളെ അധികം അല്ല അല്ലെ. കുഞ്ഞുങ്ങളെ അല്ല. വീണ്ടും യാ എന്ത് ചെയ്തിരിക്കുന്നു? കടന്നു വന്നിരിക്കുന്നു. അടുത്തത് ദ്വിത്വസന്ധിയാണ്. ദ്വിത്വസന്ധി ഏതാണ്? 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുകയാണ്. അതിനെയാണ് നമ്മൾ ദ്വിത്വം എന്ന് പറയുന്നത്. ഇരട്ടിക്കുന്നതിനാണ് പറയുന്നത്. കഞ്ഞിക്കലം, കഞ്ഞി അധികം കലമാണ്. ഇവിടെ കാ എന്ത് ചെയ്തു? ഇരട്ടിച്ചു. കറിച്ചട്ടി, കറി അധികം ചട്ടിയാണ്. ചട്ടി, ചാ ഇരട്ടിച്ചു. ചിരട്ടത്തവിയാണ് അല്ലെ. ചിരട്ട അധികം തവിയാണ്. താ ഇരട്ടിച്ചു. മടിശീല, മടി അധികം ശീലയാണ്. ഷാ ഇരട്ടിച്ചു. അടുക്കി പെറുക്കി, അടുക്കി അധികം പെറുക്കിയാണ് അല്ലെ. ഇവിടെ പാ എന്ത് ചെയ്തു? ഇരട്ടിച്ചു. ഇങ്ങനെ 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ്വിത്വസന്ധി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇതേപോലെ ആദേശസന്ധിയുണ്ട്. ഈ പാഠഭാഗത്തിൽ അതിനുള്ള ഉദാഹരണങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. ആദേശസന്ധി എന്ന് പറയുന്നത് എന്താണ്? 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം വരികയും മറ്റൊരു വർണ്ണം പോവുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ലോപസന്ധിയും ആഗമസന്ധിയും ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്? ആദേശസന്ധിയിൽ സംഭവിക്കുന്നത്. ഉദാഹരണം നോക്കൂ നിങ്ങൾ. വിണ്ഠലം, വിണ്ഠലം എന്നുള്ള പദം പിരിച്ചെഴുത് എങ്ങനെയാണ്? വിൺ അധികം തലമാണ്. ഓക്കെ, അപ്പോൾ ഒരു വർണ്ണം വരുന്നു, ഒരു വർണ്ണം പോകുന്നു എന്നാണ് ടീച്ചർ പറഞ്ഞത്. അപ്പോൾ താ പോയിട്ട് ടാ വരികയാണ്. അപ്പോൾ പെണ്ണിൻ്റെ കൂടെ ടാ ചേരുമ്പോൾ അത് ഉണ്ടായി മാറുകയാണ് അല്ലേ. വിണ്ഠലമായി മാറുന്നു. ക്ലിയർ ആയോ? സെറ്റായോ? അപ്പോൾ ഇതേപോലെ അല്ലേ പരീക്ഷയിൽ ഒരുപാട് ചോദ്യങ്ങൾ ആദ്യത്തെ വിഭാഗത്തിലുള്ള 1 മുതൽ ഉള്ള ചോദ്യങ്ങൾ 1 വരെ 4 വരെയുള്ള ചോദ്യങ്ങളും പിന്നെ നമുക്ക് എന്താണ് 3 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ എന്താണ് ഈ രൂപത്തിൽ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അർത്ഥവ്യത്യാസം വരാതെ മാറ്റാനും ഒക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ പഠിക്കുക. ഇത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. മാക്സിമം ഫ്രണ്ട്സിനും എന്ത് ചെയ്ത് കൊടുക്കുക? ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കണം. ടെക്സ്റ്റ് ബുക്കൊക്കെ നന്നായിട്ട് വായിക്കണം. നമുക്ക് ഇനി ഒരു ക്ലാസ്സിൽ എന്ത് ചെയ്യാം? വീണ്ടും കാണാം. ബൈ.